ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് ജീവിതത്തിൽ ആശയം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വിളിച്ചു പറഞ്ഞവർ, സുമ്മസ്തഖാമൂ, എന്നിട്ട് നേർവഴിയിൽ കടന്നു പോവുകയും ചെയ്തവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഖദ് ഖാലന്നാസ്, ഒരുപാട് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി പറഞ്ഞു പോയിട്ടുണ്ട്. സുമ്മ കഫറ അക്സറുഹും, പക്ഷേ ഒരുപാട് ആളുകൾ മരിച്ചു പോകുമ്പോൾ ആ ആശയത്തിലല്ലായിരുന്നു. അതുകൊണ്ട് ഫമൻ മാത അലൈഹാ ഫഹുവ മിമ്മൻ ഇസ്തഖാം, ആരാണോ ആ ആശയത്തിൽ നേർവഴിയിൽ മരിക്കുന്നവരെ ജീവിക്കുന്നത്, അവസാന സെക്കൻഡ് വരെ നേർവഴിയിൽ കഴിയുന്നവരാരോ അവരെ പറ്റിയാണ് സുമ്മസ്തഖാമൂ. റമളാൻ വരുമ്പോൾ ഒരു നല്ല ജീവിതം, അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അങ്ങനെയല്ല, മരിക്കുന്നവരെ നല്ലവരായിട്ട് ജീവിക്കുക, ആ നന്മയിലായിട്ട് മരിക്കാൻ പറ്റുക, അതൊരു വലിയ സൗഭാഗ്യമല്ലേ. അങ്ങനത്തെ ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും അവരടുത്തേക്ക്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കരുത്, സങ്കടപ്പെടരുത്. പേടിക്കുക എന്ന് പറഞ്ഞാൽ വരാനുള്ളത് എന്താണെന്നായി പേടി. സങ്കടം എന്തിനെ കുറിച്ചാ? വരുന്നതിനെ കുറിച്ചാണോ? കഴിഞ്ഞതിനെ കുറിച്ചാണ് സങ്കടം. കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടം വേണ്ട, വരുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കും വേണ്ട, നിങ്ങൾ സമാധാനിച്ചിരുന്നോളി. സങ്കടവും പേടിയും അതാ. സങ്കടം എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ കുറിച്ചാ വരിക. പേടി എന്ന് പറഞ്ഞ റബ്ബിന്റെ കുട്ടിനെ കല്യാണം ആവുമ്പോഴേക്ക് എന്താവും, അതാ പേടി. വരാൻ പോടിനെ കുറിച്ച് നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ, സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അല്ലാഹു ഏറ്റെടുത്ത പിന്നെ എന്തിനെ പേടിക്കേണ്ടത്? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ വലകും ഫീഹാ മാ തശ്തഹീ അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. സജ്ജനങ്ങളുടെ മരണം അല്ലാഹു വിവരിക്കാൻ, നല്ല നിലക്ക് ജീവിച്ചു, അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചു, നല്ല സൽസ്വഭാവിയായി ജീവിച്ചു. മരിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞില്ലേ, ആ സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നു, സന്തോഷിച്ചോളൂ. അല്ലാഹു അങ്ങനെയൊക്കെ കേട്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് സലാം പറഞ്ഞ് ആ സലാമിന് മറുപടി പറഞ്ഞ് മുസാഫഹത്ത് ചെയ്തിരുന്ന മഹാനാണ് ഹബീബിന്റെ സ്വഹാബികളിൽ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളും അല്ലാമ ഇബ്നു സീരീൻ തങ്ങളും ഒരുമിച്ച് പറയും, രണ്ടുപേരും പറയും, വല്ലാഹി മാ ദഖലൽ ഇറാഖ ഖൈറു സ്വഹാബിയിൻ മിൻ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ, ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്ന സ്വഹാബിയെക്കാളും ഖൈറായൊരു മഹാൻ ഇറാഖിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇറാഖിലേക്ക് പോയ ഒരുപാട് സ്വഹാബി, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇറാഖിൽ പോയ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ എന്നവര്. ഒരുപാട് മഹാന്മാർ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഒരുപാട് ഇറാഖിലേക്ക് പോയ ഒരുപാട് സ്വഹാബികൾ. എന്നാലും മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്നവരെ പോലെ ഖൈറായവർ കടന്നു വന്നിട്ടില്ല. എന്തേ കാരണം എന്നറിയോ? വലിയ രോഗമായിരുന്നു, വലിയ അസുഖത്തിലാണ്, ചികിത്സ കിട്ടാണ്ട്, മരുന്ന് ഫലിക്കാണ്ട് ആ മഹാൻ പിന്നെ പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് രോഗം തന്നെ മതിയെന്ന്. 30 കൊല്ലം കിടപ്പിൽ കിടന്ന മഹാനാണ്, കിടന്ന കിടപ്പിൽ. എന്നിട്ടും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. 30 കൊല്ലം ബെഡിലായിരുന്നു എന്നാണ്. എല്ലാവരും പോയാൽ, വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ റൂമിലേക്ക് മലക്കുകൾ ഇങ്ങനെ വരുന്ന, അവരോട് സലാം പറയും, യാ ഇമ്രാൻ, സുഖം തന്നെയല്ലേ?
മലക്കുകളുടെ തസ്ലീം സലാം പറയുന്നത് ജീവിതത്തിൽ അനുഭവിച്ച സ്വഹാബിയാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ എന്നവരെ. അവസാന രോഗം കൊണ്ട് കൂടിയപ്പോ അള്ളാഹിനോട് പറഞ്ഞു പോയി, റബ്ബേ ഒന്ന് ശിഫയാക്കിത്താ. അതിൽ പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി. ആ പറഞ്ഞപ്പോഴേക്കും അള്ളാഹു ശിഫയാക്കി കൊടുത്തു. പക്ഷേ പിന്നെ മലക്കുകളെ കാണില്ല. പിന്നെ രണ്ടാമത് വരുന്നതാ, അള്ളാഹുവേ എനിക്ക് ആ രോഗം തന്നെ മതി, മലക്കുകളൊന്നും കാണില്ലല്ലോ. മലക്കുകളെ കണ്ട് കിടന്നൂടെ രോഗിയാണെങ്കിൽ എന്താ? നമ്മള് ആശുപത്രി കിടക്കകളിൽ കിടക്കുന്ന എത്രയോ സജ്ജനങ്ങൾ, ഉമ്മമാര്, മഹതിമാര്, മഹാന്മാർ നമ്മൾ അറിയുന്നുണ്ടോ? ഒരുപക്ഷെ അവര് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം അറിയുന്നുണ്ടാവാം. നമ്മൾ പറയാ ഒരു അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം അവർക്ക് അറിയാൻ പറ്റും. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മലക്കുകളുടെ തസ്ലീം അനുഭവിക്കാൻ വേണ്ടി, അള്ളാഹുവേ എനിക്ക് എന്റെ രോഗം തിരിച്ചുതാ എന്ന് പ്രാർത്ഥിച്ച സ്വഹാബിയാണത് ഇമ്രാൻ ബിൻ ഹുസൈൻ. ഹുസൈൻ അല്ല, സ്വാദാണ്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കരുത്, സങ്കടപ്പെടരുത്. وأبشروا بالجنة التي كنتم توعدون, അല്ലാഹു പറഞ്ഞില്ലേ സ്വർഗം തരുമെന്ന്. സ്വർഗം കിട്ടും കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട എന്ന് മലക്കുകൾ സന്തോഷം പറഞ്ഞു കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെയാണ് മരണമെങ്കിൽ പിന്നെ എന്തിനെ പേടിക്കണത്? അങ്ങനെയാണൊരു മരണം. അങ്ങനെ ഒരു സംഭവം ദുന്യാവിൽ വേറെ എവിടെ കിട്ടുക? മരിക്കുന്ന നേരത്തല്ലാതെ ഇങ്ങനെ സന്തോഷം പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോകുന്നൊരു അനുഭവം അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന ഈ അനുഭവം അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ സജ്ജനങ്ങളായതുകൊണ്ടല്ല, അവരെ സ്നേഹിക്കുന്നതിൻ്റെ പേര്. ഇമാം ഷാഫിഈ തങ്ങൾ പാടുക, നമ്മുടെ മദ്ഹബിന്റെ ഇമാം. وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. എനിക്ക് നല്ലവരെ ഇഷ്ടമാണ്, ഞാനൊരു നല്ല ആളാണ് അല്ലെങ്കിൽ തന്നെയും എനിക്ക് നല്ലവരെ ഇഷ്ടമാണ്. وأكره من بضاعته المعاصي, തെറ്റ് ചെയ്ത് നടക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. ഞാനും അവരും ഒരുപോലെ ആണെങ്കിൽ തന്നെയും തെറ്റിന്റെ വിഷയത്തിൽ ഞാനും തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് തെറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമല്ല. ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ സ്വാലിഹായതിന്റെ പേരിലൊന്നും. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി. ആലിമീങ്ങളെ കൊണ്ട് ശഫാഅത്ത് ഉണ്ടാവും. അതുകൊണ്ട് ആലിമീങ്ങളുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഒന്നുമല്ല, നമ്മളെ വയമുട്ടിയല്ലേ, ഓരോടോ സ്വർഗത്തേക്ക് വാ, അള്ളാഹിന്റെ മുമ്പിൽ വെച്ച് വിളിച്ചാൽ പോരെ. ധാര നമുക്ക് കഞ്ഞുകൊണ്ടെന്നിരുന്ന ആളല്ലേ, മാഷാ അല്ലാഹ്. ധാര നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളല്ലേ, നമ്മുടെ അടുത്ത് പഠിച്ച മുതഅല്ലിമല്ലേ. ഒരു ഉസ്താദ് ഒരു ശിഷ്യനെ, ഒരു സാധാരണക്കാരൻ അവരുടെ സുഹൃത്തിനെ, ഒരു ആലിം ഒരു പാമരനെ, അവരൊക്കെ നാളെ ശഫാഅത്തില്ലേ. നമുക്ക് ആകെ ഈ ദുന്യാവിൽ കിട്ടുന്ന വലിയ സമ്പാദ്യം പൈസ അല്ല, നല്ല മനുഷ്യന്മാരെ പരിചയപ്പെടാൻ പറ്റിയാൽ മുറുക്കി പിടിച്ചോളേ. അതാണ് സമ്പാദ്യം. പൈസ വരുമ്പോൾ ഇനി ഉണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ ഖളാ അല്ലേ നടക്കൂ. ഏത് പൈസ ഉണ്ടായിട്ടെന്താ? അള്ളാഹ് ശിഫ വിധിച്ചാലേ ഏത് അസുഖത്തിനും ശിഫയുള്ളൂ അല്ലേ? അള്ളാഹു ശിഫ വിധിക്കാതെ കോടി കൊണ്ടേ ചെലവഴിച്ചിട്ട് എന്താ കാര്യം? ഡോക്ടർമാർ പറയും മരുന്ന് പ്രതികരിക്കണില്ല, നേരത്തെ അള്ളാഹിൻ്റെ ഖളാ ഇവിടെ ഉണ്ടായിട്ടില്ല നേരർത്ഥം. ഏറ്റവും നല്ല സമ്പാദ്യം നല്ല സുഹൃത്തുക്കളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികളും മുതഅഖിരീങ്ങളുമായവർ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ നന്മക്കനുസരിച്ചാണ് ഒരു മനുഷ്യനെ ഓർക്കപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇമാം നവവി തങ്ങളെ ഓർക്കുന്നു, ഇമാം ഷാഫി തങ്ങളെ ഓർക്കുന്നു, ഇമാം ബുഖാരി തങ്ങളെ പറ്റി പറയുന്നു, ഇമാം മുസ്ലിം തങ്ങളെ പറ്റി, ഇമാം മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പറയുന്നു, സ്വഹാബികളെ കുറിച്ച് പറയുന്നു, അംബിയാഇനെ കുറിച്ച് പറയുന്നു. എന്താ കാരണം എന്നറിയോ? എത്ര കണ്ട് നന്മകൾ കൂടുതലാണോ അത്ര കണ്ട് പിൻഗാമികൾ അവർ ഓർത്തുകൊണ്ടിരിക്കുന്ന. ചിലരൊക്കെ ഉമ്മിമാപ്പൊക്കെ മരിച്ചാൽ ഒരു കൊല്ലം ആദ്യത്തെ ആണ്ട്, രണ്ടാമത്തെ ആണ്ട്, മൂന്നാമത്തെ ആണ്ടിന് ഇപ്പം ഇക്കാക്ക ഇവിടെ ഇല്ലല്ലോ, ഇപ്പം കൊല്ലം വേണ്ട, ഇപ്പം നാലാമത്തത് കഴിഞ്ഞൊല്ലം ചെയ്തിട്ടില്ലല്ലോ, നമ്മ കൊല്ലം വേണ്ട, അവിടെ തീർന്നു. ഇതങ്ങനെയല്ല, ഓരോ കൊല്ലം വരുമ്പോഴും റബ്ബേ നമുക്ക് ഓർക്കണ്ടേ, നല്ലൊരു മനുഷ്യനായിരുന്നില്ലേ നമ്മുടെ വാപ്പ, നമ്മുടെ വല്യാപ്പാനെ ഓർക്കാൻ പറ്റുമോ? നമ്മുടെ ഗുരുനാഥനെ, ഉസ്താദിനെ, നമ്മുടെ ഖാദിയാരെ, നമ്മുടെ ഖതീബ് ഉസ്താദിനെ, നമ്മുടെ മുദരിസിനെ, നമുക്ക് ഖുർആൻ പഠിപ്പിച്ചെന്ന ആളെ കാലങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിനർത്ഥം
ആ എത്ര നാളുകൾ കൂടുതൽ വരുന്നോ അത്രയും അവർ നന്മ വർദ്ധിച്ചവരായിരുന്നു എന്നതിൻ്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാരൊന്നും ലോകം മറക്കൂല, ചില ആളുകൾ പെട്ടെന്ന് മറക്കപ്പെട്ടു പോവാണ്. യാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു തരുന്നൊരു വിഷയമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രികീൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. അതുകൊണ്ട് ആ യാത്രക്ക് വേണ്ടി നേർവഴിയിലൂടെ നിങ്ങൾ കടന്നു വരണം. പിഴച്ച വഴികളിലേക്ക് പോവല്ലേ. നിങ്ങൾ ഇസ്തിഖാമത്ത് നിലനിർത്തണം എന്ന് പരിശുദ്ധ നബിയോട് അള്ളാഹുവിന്റെ ആജ്ഞ നമ്മളോട് പറയണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ താടിയിലും തലയിലുമായിട്ട് ഏകദേശം 20 മുടിയെ നരച്ചിരുന്നുള്ളൂ നബി തങ്ങളുടെ താടിയിലും തലയിലുമായിട്ട്. അന്ന് നര വരാൻ മിനിമം 80 വയസ്സെടുക്കുന്ന അന്നത്തെ കാലം അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ ഉടനെ തന്നെ നിബിധങ്ങളിൽ നര കണ്ടിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കണ്ട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് മല്ലദീ ശയ്യബക അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയിലേക്ക് നര പെട്ടെന്ന് വന്നുവല്ലോ. നൂഹ് നബിന്റെ കാലത്തും നരനല്ല എന്നാ, 100 കണക്കിന് കൊല്ലം ജീവിച്ചിട്ടും നരച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, പെട്ടെന്ന് നരബാധിച്ചുവല്ലോ എന്ന് സിദ്ദീഖ് എന്നവർ ചോദിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾക്ക് നരബാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് രണ്ടുപേരും 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അജില ഇലൈക, പെട്ടെന്നായല്ലോ നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശയ്യബതിനി ഹൂദുൻ വൽ വാഖിഅ വൽ മുർസലാതു വഅമ്മ യതസാഅലൂന വത്തക്വീർ. ഇദശംസു കുവ്വിറത് ആ സൂറയും അമ്മ യതസാഅലൂന എന്ന സൂറത്തും വൽ മുർസലാത്ത് എന്ന സൂറത്തും ഇദാ വഖഅത്തിൽ വാഖിഅ സൂറത്തു ഹൂദ്, ഇതുപോലെയുള്ള സൂറകൾ, ആ സൂറകളുടെ ആശയം കൊണ്ടാണ് എൻ്റെ തല നരച്ചുപോയതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിവായത്തുകളിൽ ശയ്യബതിനി ഹൂദുൻ, സൂറത്തു ഹൂദാണ് എനിക്ക് നര വരാൻ കാരണം. സൂറത്തു ഹൂദ് 100-ലേറെ ആയത്തുകൾ വരുന്ന സൂറയല്ലേ. മഹാനായ ഇമാം അബൂ നസ്ർ അബ്ദുർറഹീമുൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവകൾ പറയുന്നുണ്ട്, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. റഅ അഹദുസ് സ്വാലിഹീന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുർറഹീമുൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഒരാൾ ഹബീബിനെ സ്വപ്നം കണ്ടു. മഹാന്മാർ പറയാ, അത് അവരെ കുറിച്ചാണ് ഈ പറയണത് എന്നാണ്. ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമായിട്ട് തോന്നൂലേ, ഒരാൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ പറയാ, അതാ മഹാൻ, അവരെ കുറിച്ച് തന്നെയാണ് പറയണത്. സംഭവം അവരെന്നെയാ കണ്ടത് നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു സ്വപ്നത്തിൽ കണ്ടപ്പോ, യാ റസൂലല്ലാഹി മല്ലദീ ശയ്യബക മിൻ സൂറത്തി ഹൂദിൻ വഹിയ സൂറത്തുൻ തസീദു ആയാതുഹാ അലാ 100 ആയ. 100-ലേറെ ആയത്തുകളുള്ള സൂറത്ത് ഹൂദിൽ ഏതു ഭാഗമാണ് നബിയെ അങ്ങേക്ക് നരവരാൻ കാരണമായത് എന്ന് ചോദിച്ചപ്പോ ഫഖാല നബിയു, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തത്രേ, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. സൂറത്ത് ഹൂദിലെ 112-ാമത്തെ ആയത്ത് ഈ ആയത്താണ്. ഇങ്ങനൊരു മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇബ്നു അബ്ബാസ് എന്നൊരു കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് എന്ന് ചോദിച്ചു, നബിയെ, ഏതായത്ത് കൊണ്ട് അങ്ങേക്ക് നിര വന്നത്? ഫസ്തഖിം കമാ ഉമിർത. എന്താ അതിന്റെ ആശയം? നമുക്ക് ആലോചിച്ചാൽ ഇപ്പൊ അങ്ങനെ ഒരു പേടിയൊക്കെ വന്നേക്കാം. നരബാധിക്കുമാർ നമ്മൾ പേടിക്കുന്നുണ്ടോ? നിമിഷ നേരം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ മാറ്റം വരുന്നൊരവസ്ഥയല്ലേ അത്.
ഫസ്തഖിം കമാ ഉമിർത, നബിയെ നിങ്ങളും വമൻ താബ മഅക്, അങ്ങയുടെ കൂടെയുള്ള സത്യവിശ്വാസികളും ഞാൻ പറഞ്ഞതുപോലെ നേരായ വഴിയിൽ നിൽക്കണം കേട്ടോ. ആ വാക്കുകൊണ്ടാണ് എനിക്ക് പേടി വന്നത്. ഞാൻ പറഞ്ഞ പോലെ കമാ ഉമിർത് ഫസ്തഖിം, ഒരു അണു അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നേർവഴിക്ക് തന്നെ വേണം നബിയെ, നേർവഴിക്ക് തന്നെ. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ മഅസൂമായ നബിയാണ്. ഹബീബിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ ഉത്ബോധനം നമ്മളോടാണ് മുഅ്മിനെ. ഹബീബിന്റെ സ്വഹാബിമാരോട്, ലോകത്ത് വരുന്ന സർവ്വ മനുഷ്യരോടും അല്ലാഹുവിന്റെ റസൂലിന് ഇസ്തിഖാമത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. ഫസ്തഖിം കമാ ഉമിർത, ഞാൻ പറയുന്ന പോലെ അങ്ങയോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേർവഴിയിൽ നിൽക്കണമേ എന്ന അല്ലാഹുവിന്റെ ആജ്ഞയാണ് എനിക്ക് തലനര ബാധിക്കാൻ കാരണമായതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നേർവഴിയിൽ പോവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ട്, പിന്നല്ല, അങ്ങനെയല്ല. എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് അതാണ്, നേർവഴിയിൽ ജീവിക്കുക. അത് സാധാരണക്കാരൻ്റെയും ആലിമിൻ്റെയും കറാമത്ത് അതാണ്. നമ്മൾ കാണാറില്ലേ, ചില മയ്യത്തുകളും കേടുവരാണ്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ ലോകത്തുള്ള സംഭവങ്ങളാണ്. സാധാരണക്കാരായിരിക്കും ഇപ്പം മരിച്ചിട്ടുണ്ടാവുക, വലിയ ആലിമൊന്നും ആയിക്കോളുന്നില്ല. എന്തേ? അവരൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാർ. അവർ കറാമത്ത് കാണിച്ചോ? അവരുടെ ജീവിതം കറാമത്തായിരുന്നു. അതാണ് നേർവഴിയിൽ ജീവിക്കുക, ധന്യ കറാമത്ത്. ബാക്കി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അല്ലാഹുവിനോട് കറാമത്ത് തരണേ എന്നല്ല ചോദിക്കേണ്ടത്, അത് തസ്കിയത്തുൻ നഫ്സാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കണം. പടച്ചവനെ, നേർവഴിയിലായി സജ്ജനങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ, അതാണ് ചോദിക്കേണ്ടത്. അള്ളാഹിനോട് കറാമത്ത് തരണേ റബ്ബേ എന്നല്ല ചോദിക്കേണ്ടത്. കാരണം കറാമത്ത് തസ്കിയത്തുൻ നഫ്സ്, അവിടെ ഞാൻ ഇത്തിരി തരക്കേടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു പോകുന്നതാണ്. സ്വാഭാവിക മനുഷ്യന്മാരല്ലേ, നമ്മളാണ് ചെയ്തപ്പോഴും ശരിയായല്ലോ, ഞാൻ തോരുന്നപ്പോഴാണല്ലോ ശരിയായി പോയത്, ഞാൻ അന്ന് റൂട്ട് കണ്ടപ്പോൾ ഒന്ന് മന്ത്രിച്ചൂതി കൊടുത്താണല്ലോ, അപ്പോഴല്ലേ മുപ്പരക്കാൻ ഷിഫായത്. ഇതൊന്നും അങ്ങനെയൊന്നുമില്ല. അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുത്തേക്കാം, പക്ഷെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കരുത്. നിങ്ങളുടെ കറാമത്താ, നിങ്ങളും പറയാൻ നിൽക്കണ്ട, അതെന്ത് ചെയ്യണ്ട, ആരോടും പ്രചരിപ്പിക്കാനും നിൽക്കണ്ട. അള്ളാഹിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കും, കറാമത്ത് അതിൻ്റെ വഴിക്ക് വന്നോളൂ. ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. കറാമത്ത് എന്ന് പറയുന്നത് അഹംഭാവം വരും, ഞാൻ തരക്കേടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഇബ്നുൽ ജൗസി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുർ റഹ്മാൻ പഠിപ്പിക്കുമ്പോ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലാഹു എല്ലാ ദിവസവും അല്ല എല്ലാ സമയത്തും, ഫീ കുല്ലി ആനിൻ, യൗമ എന്ന് പറഞ്ഞ ദിവസം എന്നാ, പക്ഷെ അവിടെ ദിവസം എന്നല്ല അവിടെ കൊടുക്കേണ്ടത്. ഫീ കുല്ലി ലഹ്ളത്തിൻ വ ആനിൻ വഹീനിൻ, എല്ലാ സമയത്തും അല്ലാഹു തആല വളരെ ഗൗരവമായ ഒരു വിഷയം, അല്ലാഹു ഏത് സെക്കൻഡിലും അല്ലാഹു തആല വളരെ കനപ്പെട്ട ഒരു വിഷയം അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹുവിന് മഹത്തായ ചില കാര്യങ്ങൾ ഓരോ നേരത്തുമുണ്ട്, നടക്കുന്നുണ്ട്. ഇബ്നുൽ ജൗസി ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ സദസ്സെന്ന് ഒരാള്, ഒരു പ്രായമുള്ളൊരു പാവം മനുഷ്യൻ, ഉസ്താദേ ഒരു ചോദ്യം. എന്താ ചോദ്യം? കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ഏത് നേരവും ഏത് ദിവസത്തിലും അല്ലാഹുവിന് മഹത്തായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഫമാ ശഅനുല്ലാഹിൽ യൗം, ഇന്നിപ്പോ എന്തായിരിക്കും അള്ളാഹു ചെയ്യുന്ന ആ വിഷയം എന്ന് പറഞ്ഞെന്നാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇപ്പൊ എന്താ അള്ളാഹു ഈ നേരത്ത് ഇന്ന് നടക്കുന്ന ഏതെങ്കിലും ഒരു ഗൗരവമുള്ള വിഷയം ഉണ്ടോ എന്ന് പറഞ്ഞുതരാൻ? വലിയ മഹാനാണ്, മില്യൺ കണക്കിന്, ആയിരം എന്ന് പറഞ്ഞൂടെ, മില്യൺ കണക്കിന് പേജുകൾ
വായിക്കുകയും എഴുതുകയും ചെയ്ത മഹാനാണ് ഇബ്നുൽ ജൗസി തങ്ങൾ. നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ മറുപടി ഉണ്ടാവുമല്ലോ, നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. നാളെയായി. മൂപ്പര് ആ ചോദ്യം തന്നെ ചോദിച്ചു. സൂറത്ത് തഫ്സീർ പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് നാളെ പറഞ്ഞുതരാറ്. 2 ദിവസമായി, 3ആയി, 4ാമത്തെ ദിവസമായി. അപ്പോൾ ഒരു ബേജാറാണല്ലോ. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവില്ല എന്ന് പറയാൻ പ്രയാസം വരും. പക്ഷെ പ്രയാസം വരാൻ പാടില്ല എന്നാണ്. അതറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയാലോ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു ദാരിൽ ഹിജ്റ, മദീന കണ്ട ലോകപ്രശസ്തനായി, ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം, 50 മസ്അലകൾ ചോദിച്ചിട്ട് 40നും മറുപടി ലാ അദ്രി, എനിക്കറിയില്ല ചോദിച്ചു. അല്ല ഇമാം അവറുകളെ, നിങ്ങൾ ഈ ലോകപ്രശസ്തനായ ആലിമായിട്ട് 50 ചോദ്യത്തിൽ 40നും എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞാൽ പിന്നെ ആരതിനൊക്കെ മറുപടി പറയാൻ? അന്ന് ആരെങ്കിലും നോക്കോ, അല്ലാതെ നരകത്ത് കൊണ്ടുപോകാൻ ഞാൻ റെഡിയല്ല, എനിക്ക് പോകാൻ ധൈര്യമല്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മാലിക് ഇമാം ഇബ്നുൽ ജൗസി വിഷമിച്ചു പോയി. 10,000-കണക്കിന് ജൂതന്മാർ മുസ്ലിമായിട്ടുണ്ട് ഇബ്നുൽ ജൗസിയുടെ വാല് കേട്ടിട്ട്. അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി. അങ്ങനെ 4ാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങൾക്ക് ആത്മീകമായ ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു അടയാളം ഇത് തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങളും ആത്മീകമായ ബന്ധം, നമ്മൾ മശായിഖന്മാരുമായി, നമ്മുടെ ഗുരുനാഥന്മാരുമായി മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ആത്മീക ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ചില ആളുകൾക്ക് അല്ലാഹു അതിന് തൗഫീഖ് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുകൾക്ക് തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, മദീനത്തൊക്കെ പോയ ആളുകളുടെ അനുഭവം പറയുമ്പോൾ, ഞാൻ റസൂലുള്ളാഹിനെ ഇവിടെ റൗദയിൽ വെച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടു. അന്നേ ദിവസം തന്നെ 10,000-കണക്കിന് ആളുകൾ ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടൊക്കെ ഹബീബായ നബി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാൻ പറ്റൂല. നിസ്കാരത്തിന്റെ കഥ പോലെ ഒരു ജമാഅത്ത് നിസ്കരിച്ചാലേ ഒരു സഫിൽ 40 ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. നിസ്കരിക്കണ എൻ്റെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പുറത്തുള്ളവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പുറത്തുള്ളവൻ്റെ ഓക്കെ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പുറത്തുള്ളവൻ ഇഷ്ടം പോലെ കൂലി കൊടുത്തിട്ടുണ്ടാവും. ഒരൊറ്റ നിസ്കാരം ഒരു ജമാഅത്ത് സ്വീകരിച്ചതും സ്വീകരിക്കപ്പെടാത്തതും ഒക്കെ ആ കൂട്ടത്തിലുണ്ടാവില്ലേ? നമുക്കറിയില്ലല്ലോ ആരത് സ്വീകരിച്ചു, ആരത് സ്വീകരിക്കപ്പെട്ടില്ല. നമ്മളൊക്കെ അല്ലാഹ് സലാം വിട്ടി കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ നിസ്കരിച്ചു, ഇത്രേ നമ്മൾ പറയുള്ളൂ. അല്ലാഹ് സ്വീകരിച്ചോ നമുക്കറിയില്ല. നമ്മുടെ തൊട്ടിപ്പുറത്ത് നടക്കണം നമ്മൾ അറിയുന്നില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്. അതാണ് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഹിക്മത്തും അല്ലാഹുവിൻ്റെ കിതാബും ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കാമെന്നവരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാത്തിലും ഹബീബിൻ്റെ വഫാത്തിന് ശേഷവും ഒരുപാട് സംഭവങ്ങൾ അതിന് തെളിവാണ്. ഇബ്നുൽ ജൗസി തങ്ങൾക്ക് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, പിന്നെ ഒരു ചോദ്യം വന്നിട്ട് നിങ്ങൾ വല്ലാത്ത വിഷമത്തിലാണല്ലേ? അതേ നബിയെ, ഉത്തരം കൊടുക്കാൻ പറ്റണില്ല. അതിന് ഉത്തരം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. ഇതാണ് ഇതിന്റെ ഉത്തരം. ആര് പറഞ്ഞു കൊടുത്തു? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചോദ്യം ചോദിച്ച ആളാരാ? ഒരു സാധു മനുഷ്യനാണ്. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ. അല്ലാഹുവിന്റെ ചില വിഷയങ്ങൾ, അള്ളാഹുവിൻ്റെ ഖൽഖ് എന്ന് പറയുന്ന സൃഷ്ടിപ്പുമായി ആ വസ്തുക്കളെ അള്ളാഹു ഉണ്ടാക്കുന്നുണ്ട്, ബന്ധിപ്പിക്കുന്നുണ്ട്. ആ നേരത്ത് അള്ളാഹു തുടങ്ങിപ്പടക്കാതെ അള്ളാഹുവിൻ്റെ ഖൽഖ് എന്ന വിശേഷണം ബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ചെയ്യുന്നുണ്ട്. യർഫഉ അഖ്വാമൻ, ഒരുപാട് ആളുകളെ അള്ളാഹു മേലോട്ട് അള്ളാഹുവിൻ്റെ സന്നിധാനത്തേക്ക്, ഉന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തുന്നുണ്ട്, നല്ല സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. വയഖ്ഫിദു ആഖരീൻ, നല്ല സ്ഥാനമുള്ള ആളുകളെ അല്ലാഹു താഴ്ത്തിക്കളയുന്നുണ്ട്. കുറേ ആളുകൾക്ക് ചില ദിവസം, ഒരു ദിവസം കൊണ്ട് അല്ലാഹു നന്നാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും.